ഒരു ദിവസം നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെഷീൻസ് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യും. നമ്മളെ ഫോണും സെർച്ചുകളും മാത്രമല്ല, നമ്മളുടെ ജീവിതം തന്നെ കൺട്രോൾ ചെയ്യും. ഇതൊരു സയൻസ് ഫിക്ഷൻ ആയിട്ടൊക്കെ തോന്നാം, ബട്ട് കൂടുതൽ എക്സ്പേർട്സും ഇതൊരു റിയാലിറ്റി ആവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോ ചോദ്യം ഇതാണ്, AI ഈ ലോകത്തെ ടേക്ക് ഓവർ ചെയ്യോ, അതോ ഇത് നമ്മൾ വെറുതെ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് ടെസ്റ്റിംഗ് ലാബിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ പോക്കറ്റിലും വീട്ടിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും AI ഉണ്ട്. AI നിങ്ങൾ എന്ത് വാച്ച് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ ഓരോ സെൻറ്റൻസും ഫിനിഷ് ചെയ്യുന്നു. മനുഷ്യന്മാരുടെ പോലെയുള്ള വോയിസും ആർട്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. AIക്ക് ബുക്ക് എഴുതാം, അസുഖങ്ങൾ കണ്ടുപിടിക്കാം, ജോക്സ് പറയാം, പല ഗെയിംസിലും വേൾഡ് ചാമ്പ്യൻസിനെ വരെ തോൽപ്പിക്കാനും പറ്റും. ഇൻഫാക്ട് ചില AIസിന് വേറെ AI ക്രിയേറ്റ് ചെയ്യാൻ വരെ പറ്റും. ആൻഡ് ദ സ്കെയറി പാർട്ട്, AI വളരെ ഫാസ്റ്റായിട്ടാണ് ഇതെല്ലാം പഠിച്ചെടുക്കുന്നത്, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറം. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ കൂടുതലും നാരോ AI ആണ്. എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ടാസ്ക് നന്നായിട്ട് ചെയ്യുന്ന മെഷീൻസ്. പക്ഷേ സയൻറ്റിസ്റ്റ് ഇപ്പോൾ ചേസ് ചെയ്യുന്നത് ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒന്നിനെയാണ്, AGI അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. AGIക്ക് മനുഷ്യന്മാരെ പോലെ പഠിക്കാനും ചിന്തിക്കാനും ആൻഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പറ്റും, ഒരു പക്ഷേ മനുഷ്യനേക്കാൾ ബെറ്ററായിട്ട്. ഇമാജിൻ, AI ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക മാത്രമല്ല, സ്വന്തമായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. സ്വന്തമായിട്ട് കോഡ് എഴുതുക, റോബോട്ട്സിനെ കൺട്രോൾ ചെയ്യുക, ബിസിനസ് ഡിസിഷൻസ് എടുക്കുക, എന്നിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരേക്കാൾ സ്മാർട്ടായിട്ട് മാറുക. അങ്ങനത്തെ AI ആണ് നമ്മളെ ടേക്ക് ഓവർ ചെയ്യും എന്ന് നമ്മൾ പേടിക്കുന്നത്. ഇലോൺ മസ്ക് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, AI ന്യൂക്ലിയർ വെപ്പൺസിനേക്കാൾ ഡേഞ്ചറസ് ആണ് എന്ന്. സ്റ്റീഫൻ ഹോക്കിങ്ങും AI ഹ്യൂമാനിറ്റിയെ എൻഡ് ചെയ്യാം എന്ന് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റുള്ള സയൻറ്റിസ്റ്റും വിശ്വസിക്കുന്നത് AGI വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് നമ്മളുടെ കൺട്രോളിൽ നിന്ന് പോകും എന്നാണ്. വൈ? ബിക്കോസ് നമ്മളെക്കാൾ ഇൻ്റലിജൻ്റ് ആയ മെഷീൻസ് നമ്മൾ പറയുന്നത് എന്തിനു കേൾക്കണം? അവരുടെ ഗോൾസ് നമ്മളുടെ ഗോൾസുമായിട്ട് മാച്ച് ആയില്ലെങ്കിൽ ദെൻ നമുക്കവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മൃഗങ്ങളോട് പോയിട്ട് നെഗോഷിയേറ്റ് ചെയ്യോ? ഇല്ലല്ലോ. അതേപോലെ AIയും ചിന്തിച്ചാലോ? ഇനിയൊരു ടേക്ക് ഓവർ ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ റോബോട്ട്സും മനുഷ്യന്മാരും ഫൈറ്റ് ചെയ്യുന്നതാവില്ല. ഇറ്റ് വിൽ ബി ക്വയറ്റ്, സ്ലോ ആൻഡ് ഇൻവിസിബിൾ. നമ്മളുടെ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്, ഡിഫൻസ് സിസ്റ്റംസ്, മീഡിയ, എലക്ഷൻസ്, അങ്ങനെ പല കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാൻ തുടങ്ങും AI. അത് മനുഷ്യന്മാരെ മാനിപ്പുലേറ്റ് ചെയ്യും. നമ്മളതിനെ ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്താൽ ദെൻ നമ്മളുടെ വളരെ വാല്യബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലൈക്ക് യുദ്ധങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻസ്, പണം, നമ്മുടെ ഹെൽത്ത് കെയർ, ഇതിൻ്റെ എല്ലാം ഇൻഫർമേഷൻസ് കൊടുക്കും, അതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും മനസ്സിലാക്കാതെ. ആൻഡ് വൺസ് AI പവറിൽ വന്നു കഴിഞ്ഞാൽ ദെൻ അത് തിരിച്ചെടുക്കുന്നത് ഇമ്പോസിബിൾ ആയിരിക്കും. സോ നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഈസ് ഇറ്റ് ടു ലേറ്റ്? കുറേ റിസർച്ചേഴ്സ് എത്തിക്കൽ AI എന്നൊരു കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് മോറൽ വാല്യൂസും ബിൽറ്റ് ഇൻ സേഫ്റ്റിയും ഒക്കെയുള്ള മെഷീൻസാണ്. അതായത് മനുഷ്യന്മാർക്ക് സേഫ് ആയിട്ടുള്ള AIs. ഗവൺമെൻറ്റ്സ് ഇപ്പോൾ AI നിയമങ്ങളും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ബട്ട് AI വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇവോൾവ് ആവുന്നത്. ആൻഡ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി റേസ് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനീസ് പല ലോങ് ടേം റിസ്കുകളും ഇഗ്നോർ ചെയ്യാറുണ്ട്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ആക്ട് ചെയ്തില്ലെങ്കിൽ ദെൻ നമ്മുടെ തന്നെ നാശത്തിലേക്കുള്ള ഒരു ഫ്യൂച്ചറായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ AI ലോകം കീഴടക്കുമോ? സത്യം പറഞ്ഞാൽ AIക്ക് അതിന് പറ്റും, ബട്ട് ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു. അത് നമ്മൾ എങ്ങനെ അതിനെ ബിൽഡ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ ഫ്യൂച്ചർ ഈസ് നോട്ട് ഡിസൈഡഡ് യെറ്റ്. പക്ഷേ ഒരു കാര്യം പറയാം, AI ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കണം. സോ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ തോട്ട്സ്? AI നമ്മളെ ഹെൽപ്പ് ചെയ്യോ അതോ നമ്മളെ ഹേർട്ട് ചെയ്യോ? കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.